അമേരിക്കൻ സാഹിത്യകാരനായ ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന ചെറുകഥയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒ ഹെൻറിയുടെ ചെറുകഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസാനങ്ങളായിരിക്കും ചെറുകഥകൾക്കുള്ളത്. അവസാനത്തെ ഇല. വാഷിംഗ്ടണിന് പടിഞ്ഞാറുള്ള ചെറിയൊരു പ്രദേശം. അവിടെ ഭ്രാന്ത് പിടിച്ചതുപോലെ തെരുവുകൾ ചെറിയ ചെറിയ തുണ്ടുകളായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ തെരുവുകൾ വിചിത്രമായ കോണികളും വളവുകളും സൃഷ്ടിക്കുന്നു. പുരാതന ഗ്രീൻവിച്ച് ഗ്രാമവുമായി ഇടപഴകാൻ കലാസ്നേഹികൾ ഒളിഞ്ഞും തെളിഞ്ഞും താമസിയാതെ അവിടെ എത്തി. വടക്കൻ കാറ്റ്, 18-ാം നൂറ്റാണ്ടിലെ ത്രികോണാകൃതിയിൽ മുഖപ്പുള്ള കെട്ടിടങ്ങൾ, ഡച്ച് മാളികപ്പുര, കുറഞ്ഞ വാടക എന്നിവയായിരുന്നു ആകർഷക ഘടകങ്ങൾ. 3 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു സ്യൂവിന്റെയും ജോൺസിന്റെയും സ്റ്റുഡിയോ. ഒരുവൾ മായ്നയിൽ നിന്നും മറ്റൊരുവൾ കാലിഫോർണിയയിൽ നിന്നുമാണ്. 8-ാം തെരുവായ ഡെൽമോനിക്കോയിലെ ഒരു സാധാരണ ഹോട്ടലിൽ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. കല, പച്ചില സലാഡ്, കുപ്പായക്കൈ എന്നിവയിൽ ഇരുവരും അഭിരുചിപ്പൊരുത്തം കണ്ടെത്തി. അത് കൂട്ടായ സ്റ്റുഡിയോ തുടങ്ങുന്നതിൽ കലാശിച്ചു. മെയ് മാസത്തിലായിരുന്നു സ്റ്റുഡിയോ പ്രവർത്തനം തുടങ്ങിയത്. നവംബറിൽ തണുത്ത അദൃശ്യൻ കോളനിയിലെങ്ങും പതുങ്ങി നടന്നു. ഡോക്ടർമാർ ന്യൂമോണിയ എന്നാണ് അവനെ വിളിച്ചിരുന്നത്. അവൻ തണുത്ത വിരൽ കൊണ്ട് പലരെയും സ്പർശിച്ചു. കിഴക്ക് ഭാഗത്ത് 100 കണക്കിന് പേരെ കാലപുരിക്കയച്ചുകൊണ്ട് അവൻ സംഹാരതാണ്ഡവം നടത്തി. എന്നാൽ വളഞ്ഞുതിരിഞ്ഞതും ഇടുങ്ങിയതും പൂപ്പുപറ്റിയതുമായ ഈ തെരുവുകളിൽ അവൻ പതുക്കെയാണ് കാൽവച്ചത്. ശ്രീമാൻ ന്യൂമോണിയ നിങ്ങൾ കരുതുന്നതുപോലുള്ള വീരപരാക്രമശാലിയായ പ്രായം ചെന്ന മാന്യനായിരുന്നില്ല. ചുവന്ന മുഷ്ടിയുമല്ല. ആയുസ് കുറഞ്ഞ ഈ പടുവിഡ്ഢിയെ സംബന്ധിച്ചിടത്തോളം കാലിഫോർണിയയിലെ കോടക്കാറ്റേറ്റ് രക്തം കുറഞ്ഞ ചെറിയ ശരീരമുള്ള ആ യുവതിയോടുള്ള അവന്റെ കളി നീതീകരിക്കാനാവുന്നതായിരുന്നില്ല. പക്ഷെ ജോൺസിയെ അവൻ ആക്രമിച്ചു. അങ്ങനെ മിക്കവാറും അനങ്ങാൻ കഴിയാതെ ഇരുമ്പ് ചട്ടക്കൂടുള്ള പെയിന്റടിച്ച കട്ടിലിന്മേൽ അവൾ കിടന്നു. തൊട്ടടുത്ത ഇഷ്ടിക വീടിന്റെ ഒഴിഞ്ഞ വശത്തേക്ക് കൊച്ചു ഡച്ച് ജാലകത്തിലൂടെ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒതുക്കമില്ലാത്തതും നരച്ചതുമായ പുരികമിളക്കി ജോലിത്തിരക്കുള്ള ഡോക്ടർ ഒരു ദിവസം രാവിലെ സൂയെ തളത്തിലേക്ക് ക്ഷണിച്ചു. അവൾക്ക് ജീവിക്കാനുള്ള സാധ്യത 10-1. ക്ലിനിക്കൽ തെർമോമീറ്ററിലെ രസം താഴോട്ടിറങ്ങവേ ഡോക്ടർ പറഞ്ഞു, ജീവിക്കാനുള്ള ശക്തമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അവൾ സുഖപ്പെട്ടേക്കാം. എന്നാൽ താൻ സുഖം പ്രാപിക്കാൻ പോകുന്നില്ല എന്നതിനോട് നിങ്ങളുടെ സുഹൃത്ത് മാനസികമായി അടിമപ്പെട്ടിരിക്കുന്നു. അവൾ മനസ്സിൽ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ? അവൾ നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം, സ്യൂ പറഞ്ഞു. പെയിന്റ് ചെയ്യുകയോ? അസംബന്ധം. രണ്ടാമതൊരു തവണ ചിന്തിക്കാൻ പറ്റിയ എന്തെങ്കിലും അവളുടെ മനസ്സിലുണ്ടോ? ഉദാഹരണത്തിന് ഒരു പുരുഷനോ? ഒരു വാദ്യോപകരണത്തിലെ ചണൽക്കാര ശബ്ദം പോലെ സ്യൂ പറഞ്ഞു. അതിനു പറ്റിയ പുരുഷനില്ല ഡോക്ടർ. അത്തരത്തിലുള്ള ഒന്നുമില്ല. അപ്പോൾ ബലക്ഷയമാണ്. ഡോക്ടർ പറഞ്ഞു, എന്റെ പരിശ്രമങ്ങളിലൂടെ ശാസ്ത്രത്തിന് നിറവേറ്റാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ എന്റെ രോഗി അവളുടെ ശ്മശാന യാത്രയിൽ വാഹനങ്ങളുടെ എണ്ണമെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വൈദ്യശാസ്ത്രത്തിന്റെ രോഗശമന ശക്തിയിൽ നിന്ന് 50% ഞാൻ കുറവ് ചെയ്യും. കുപ്പായക്കൈയിലെ പുതിയ ശൈത്യകാല ശൈലിയെക്കുറിച്ച് അവളെ കൊണ്ട് ഒരു ചോദ്യം ചെയ്യിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ 10-1 എന്നതിന് പകരം 5-1 എന്നതാണ് അവളുടെ സാധ്യതയെന്ന് ഞാൻ നിനക്ക് വാക്കുതരാം. ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ജോൺസിയുടെ മുറിയിലേക്ക് തന്റെ ചിത്രപ്പലകയുമേന്തി ജാസ് സംഗീതം മൂളി കടന്നു ചെന്നു. കിടക്കവരയിൽ ചുളിവുകൾ വീഴ്ത്താതെ ജനാലയ്ക്കു നേരെ മുഖം തിരിച്ച് ജോൺസി കിടക്കുകയായിരുന്നു. അവൾ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് സ്യൂ മൂളിപ്പാട്ട് നിർത്തി. സ്യൂ ചിത്രപ്പലക സജ്ജീകരിച്ചു. എന്നിട്ടൊരു മാസിക കഥ ചിത്രീകരിക്കാൻ പേനയും മഷിയും ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. സാഹിത്യത്തിലേക്ക് തങ്ങളുടെ വഴിതെളിക്കാൻ വേണ്ടി യുവ എഴുത്തുകാർ എഴുതുന്ന മാസിക കഥകൾക്ക് ചിത്രങ്ങൾ വരച്ച് നിങ്ങൾ കലാകാരന്മാർ കലയിലേക്കുള്ള വഴി തെളിയിക്കണം. കുതിരസവാരി നടത്തുമ്പോഴുള്ള ഭംഗിയേറിയ ഒരു ജോഡി ട്രൗസറും ഒരു ഇഡാഫോ കൗബോയായ നായകന്റെ മുഖത്ത് ഒരു ഒറ്റക്കണ്ണടയും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്യൂ ഒരു പതിഞ്ഞ ശബ്ദം കേട്ടു. അത് പലതവണ ആവർത്തിച്ചു. അവൾ ഉടനെ കിടക്കരികിലേക്ക് പോയി. ജോൺസി കണ്ണുകൾ മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. അവൾ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിലേക്കാണ് എണ്ണുന്നത്. 12 അവൾ പറഞ്ഞു. അല്പം കഴിഞ്ഞ് 11, പിന്നീട് 10, ശേഷം 9, പിന്നെ 8, അനന്തരം 7. മിക്കവാറും ഒന്നിച്ചാണ് എണ്ണുന്നത്. സ്യൂ വേവലാതിയോടെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി. എന്താണ് അവിടെ എണ്ണാനുള്ളത്? ഇവിടെ ശൂന്യമായ വിരസമായ ഒരു മുറ്റം മാത്രമാണ് കാണാനുള്ളത്. 40 അടി അകലെ ഇഷ്ടിക വീടിന്റെ ഒഴിഞ്ഞ വശവുമാണുള്ളത്. പ്രായം ചെന്ന ഒരു മുന്തിരിവള്ളിച്ചെടി ഇഷ്ടിക ഭിത്തിയുടെ പകുതിയോളം പടർന്നു കയറിയിട്ടുണ്ട്.
അതിന്റെ വേരുഭാഗം മുരടിക്കുകയും ജീർണിക്കുകയും ചെയ്തിരിക്കുന്നു. ശരത്കാലത്തിന്റെ തണുത്ത ശ്വാസം മുന്തിരിവള്ളിയിൽ നിന്ന് അതിന്റെ ഇലകളെ അടർത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ അസ്ഥികൂടം പോലുള്ള ശാഖകൾ മിക്കവാറും ശൂന്യമായി ജീർണിച്ച് വീഴാറായ ഇഷ്ടികകളിന്മേൽ തൂങ്ങിക്കിടക്കുന്നു. എന്താണിത് പ്രിയപ്പെട്ടവളെ? സ്യൂ ചോദിച്ചു. ആര്? മിക്കവാറും ഒരു മന്ത്രമെന്ന പോലെ ജോൺസി പറഞ്ഞു. അവ ഇപ്പോൾ അതിവേഗം വീണുകൊണ്ടിരിക്കുന്നു. 3 ദിവസം മുമ്പ് 100ഓളം എണ്ണം ഉണ്ടായിരുന്നു. അവ എണ്ണി എന്റെ തല വേദനിച്ചു. പക്ഷെ ഇപ്പോഴത് എളുപ്പമായി. അതാ മറ്റൊന്ന് വീഴുന്നു. ഇനി 5 എണ്ണമേ ബാക്കിയുള്ളൂ. എന്താണ് പൊന്നെ 5? നിന്റെ സ്യൂയോട് പറയൂ. ഇലകൾ, ആ മുന്തിരിവള്ളിയിന്മേൽ അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകണം. 3 ദിവസമായി എനിക്കത് അറിയാം. ഡോക്ടർ അത് നിന്നോട് പറഞ്ഞില്ലേ? ഓ, അത്തരം അസംബന്ധത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ശ്രേഷ്ഠമായ പുച്ഛത്തോടെ സ്യൂ പരിഭവപ്പെട്ടു. നിന്റെ സുഖം പ്രാപിക്കലും പ്രായം ചെന്ന മുന്തിരിവള്ളിയും തമ്മിൽ എന്താണ് ബന്ധം? നീ ആ മുന്തിരിവള്ളിയെ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? കുസൃതി പെണ്ണ്, മണ്ടിയാവാതെ. നീ സുഖം പ്രാപിക്കാനുള്ള സാധ്യത വളരെ വേഗം അടുത്തു വരികയാണെന്ന് ഇന്ന് രാവിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി എന്താണെന്ന് നമുക്ക് നോക്കാം. 10-1 സാധ്യത എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ന്യൂയോർക്കിൽ നമുക്കുള്ളതുപോലെ മിക്കവാറും നല്ലൊരു സാധ്യതയാണല്ലോ ഇത്. പ്രത്യേകിച്ച് നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴും പുതിയ കെട്ടിടത്തിന് സമീപം നടക്കുമ്പോഴും. ഇനി ഇത്തിരി സൂപ്പ് കുടിക്കാൻ നോക്കൂ. എന്നിട്ട് എന്നെ വീണ്ടും ചിത്രം വരയ്ക്കാൻ പറഞ്ഞേക്കൂ. അങ്ങനെയാവുമ്പോൾ എനിക്ക് ആ ചിത്രം എഡിറ്റർക്ക് വിറ്റ് കാശാക്കി പോർത്തുഗീസ് വീഞ്ഞും എന്റെ വിശക്കുന്ന വയറിന് പന്നിയിറച്ചിയും വാങ്ങാമല്ലോ. ഇനി കൂടുതൽ വീഞ്ഞ് നിനക്ക് വാങ്ങേണ്ടി വരില്ല. ജനാലയ്ക്ക് പുറത്ത് കണ്ണും നട്ടുകൊണ്ട് ജോൺസി പറഞ്ഞു. അതാ മറ്റൊരില പോകുന്നു. വേണ്ട, എനിക്കിനി ഒരു സൂപ്പും വേണ്ട. അതാ ഇനി വെറും 4 ഇലകൾ. ഇരുട്ടാകുന്നതിനു മുമ്പ് അവസാനത്തേതും വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് ഞാനും പോകും. ജോൺസി, എന്റെ പൊന്നെ, അവൾക്ക് മുകളിൽ കുനിഞ്ഞുകൊണ്ട് സ്യൂ പറഞ്ഞു. നീ കണ്ണടച്ചു കിടക്കുമെന്നും എന്റെ ജോലി തീരുന്നതുവരെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കില്ലെന്നും നീ എനിക്ക് വാക്കു തരാമോ? എനിക്ക് നാളെ ഈ ചിത്രങ്ങൾ കൊടുക്കണം. എനിക്ക് വെളിച്ചം വേണം, അല്ലെങ്കിൽ ഞാൻ തിരശ്ശീല താഴ്ത്തിയിടും. നിനക്ക് മറ്റേ മുറിയിൽ വരച്ചുകൂടെ? ഭാവഭേദമില്ലാതെ ചോദിച്ചു. എനിക്ക് നിന്റെ സമീപം ഉണ്ടാവാനാണ് ഇഷ്ടം, സ്യൂ പറഞ്ഞു. കൂടാതെ നീ ആ നിസ്സാര മുന്തിരിവള്ളി ഇലകളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ജോലി കഴിഞ്ഞ ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് ജോൺസി പറഞ്ഞു. വീണുകിടക്കുന്ന പ്രതിമയെപ്പോലെ അവൾ വെളുത്തു വിറങ്ങലിച്ചു അനങ്ങാതെ കിടന്നു. കാരണം അവസാനത്തെ ഇലയും വീഴുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാത്തുകാത്തു മടുത്തു. ഞാൻ ചിന്തിച്ചു ക്ഷീണിച്ചു. എല്ലാറ്റിന്മേലുമുള്ള എന്റെ പിടുത്തം അയച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ക്ഷീണിച്ചു തളർന്ന ആ പാവം ഇലകളിൽ ഒന്നിനെ പോലെ താഴെ എനിക്ക് യാത്ര പോകണം. ഉറങ്ങാൻ നോക്കൂ, സ്യൂ പറഞ്ഞു. വൃദ്ധനും ഏകാഗിയുമായ കനിത്തൊഴിലാളിയുടെ ചിത്രത്തിൽ മോഡലായിരിക്കാൻ എനിക്ക് ബർമാനെ മുകളിലേക്ക് വിളിക്കണം. ഞാൻ 1 മിനിറ്റിലധികം വൈകില്ല. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇളകാൻ ശ്രമിക്കരുത്. അവർക്കിടയിൽ താഴത്തെ നിലയിൽ താമസിക്കുന്ന ഒരു പെയിന്ററാണ് വൃദ്ധനായ ബർമാൻ. 60 വയസ്സു കഴിഞ്ഞു. അയാൾക്ക് മൈക്കലേഞ്ചലോയുടെ മോസസ് താടി ഉണ്ടായിരുന്നു. ഒരു മുട്ടനാടിന്റെ തലയിൽ നിന്ന് ഒരു കുട്ടിച്ചാത്തന്റെ ശരീരത്തിലേക്ക് ചുരുണ്ട് താഴ്ന്നു കിടക്കുന്നത് പോലെ ആയിരുന്നു ആ താടി. ബർമാൻ തൊഴിലിൽ ഒരു പരാജയമായിരുന്നു. തന്റെ പ്രണയിനിയുടെ ചേലത്തുമ്പ് തൊടാൻ പോലും കഴിയാതെ 40 കൊല്ലം അയാൾ ബ്രഷ് ചലിപ്പിച്ചു. ഒരു ഉത്തമ കലാസൃഷ്ടി പെയിന്റ് ചെയ്യാൻ അയാൾ പലപ്പോഴും ഒരുമ്പെട്ടു. പക്ഷെ ഒരിക്കലും അത് തുടങ്ങിവെക്കാൻ അയാൾക്കു കഴിഞ്ഞില്ല. വാണിജ്യത്തിന്റെയോ പരസ്യത്തിന്റെയോ വഴിയിൽ വല്ലപ്പോഴും ഒരു പടുചിത്രം ഒഴികെ നിരവധി കൊല്ലങ്ങളോളം അയാൾ ഒന്നും പെയിന്റ് ചെയ്തില്ല. കോളനിയിലെ യുവകലാകാരന്മാർക്ക് മോഡലായി വർത്തിച്ചുകൊണ്ട് അയാൾ വളരെ കുറച്ച് സമ്പാദിച്ചു. എന്നാൽ മോഡൽ തൊഴിലായി സ്വീകരിച്ച ഒരാൾക്ക് കൊടുക്കുന്ന വില അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ അമിതമായി കുടിക്കുകയും തന്റെ വരാനിരിക്കുന്ന ഉത്തമ കലാസൃഷ്ടിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഇവയൊഴിച്ചാൽ അയാൾ ശൂരനായ ഒരു കുറിയ വൃദ്ധനായിരുന്നു. ആരിലെയും മൃദുല മനസ്ഥിതിയെ അയാൾ ഭയങ്കരമായി പുച്ഛിച്ചു. മുകളിലെ സ്റ്റുഡിയോയിലെ 2 യുവകലാകാരികളെയും സംരക്ഷിക്കുന്ന പ്രത്യേക കാവൽനായയായി ബർമാൻ സ്വയം കണക്കാക്കി. താഴത്തെ തന്റെ വെളിച്ചം മങ്ങിയ മുറിയിൽ ബർമാൻ ജൂനിപ്പർ പഴങ്ങൾ ശക്തമായി മണത്തു നോക്കുന്നത് സ്യൂ കണ്ടു. ഒരു മൂലയിൽ ഒരു ചിത്രപീഠികയിന്മേൽ ഒരു ഒഴിഞ്ഞ ക്യാൻവാസ് ഉണ്ടായിരുന്നു. തന്റെ ഉത്തമ സൃഷ്ടിയുടെ ആദ്യ വര സ്വീകരിക്കാനായി കഴിഞ്ഞ 25 വർഷമായി കാത്തുകിടക്കുകയായിരുന്നു ആ ക്യാൻവാസ്. ജോൺസിയുടെ മിഥ്യാസങ്കല്പത്തെക്കുറിച്ച് സ്യൂ അയാളോട് പറഞ്ഞു. ലോകത്തിന്മേലുള്ള അവളുടെ നേരിയ പിടുത്തം കൂടുതൽ ദുർബലമായി തീരുമ്പോൾ ഭാരം കുറഞ്ഞതും ഉറപ്പില്ലാത്തതുമായ ഒരു ഇലയെപ്പോലെ താൻ തീർച്ചയായും പറന്നു പോകുമെന്ന് ജോൺസി പറഞ്ഞതായും സ്യൂ അയാളെ അറിയിച്ചു. തന്റെ ചുവന്ന കണ്ണുകളിൽ പ്രകാശം വിടർത്തിക്കൊണ്ട് വൃദ്ധനായ ബർമൻ അത്തരം ബുദ്ധിശൂന്യമായ സങ്കല്പിക്കലിനെ ഉച്ചത്തിൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു.
അത്ഭുതം, അയാൾ വിളിച്ചുകൂവി. ഒരു നശിച്ച മുന്തിരിവള്ളിയിൽ നിന്ന് ഇല പൊഴിയുന്നുവെന്ന കാരണം പറഞ്ഞ് മരിക്കുമെന്ന വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നവർ ഈ ലോകത്തുണ്ടോ? ഇത്തരമൊരു സംഗതി ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, ഞാൻ നിങ്ങളുടെ വിഡ്ഢിയായ കനിത്തൊഴിലാളിയുടെ മോഡലായി പോസ് ചെയ്യുകയില്ല. ഇത്തരം നിസ്സാര കാര്യങ്ങൾ ഇവളുടെ തലയിൽ കയറിക്കൂടാൻ നിങ്ങൾ എന്തിനാണ് ഇടം കൊടുക്കുന്നത്? പാവം കൊച്ചു മിസ് ജോൺസി. അവൾക്ക് തീരെ വയ്യ, ക്ഷീണവുമുണ്ട്, സ്യൂ പറഞ്ഞു. പനി അവളുടെ മനസ്സിനെ മരണം പോലുള്ള കാര്യങ്ങളിൽ തൽപരയാക്കിയിരിക്കുന്നു. അവളുടെ തലച്ചോറ് നിറയെ വിചിത്രമായ മിഥ്യാസങ്കല്പങ്ങളാണ്. കൊള്ളാം മിസ്റ്റർ ബർമാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ഞാൻ കരുതുന്നത് നിങ്ങളൊരു വയസ്സൻ കുട്ടിപ്പിശാചാണെന്നാണ്. നിങ്ങൾ ശരിക്കും ഒരു സ്ത്രീയെ പോലെ തന്നെ, ബർമാൻ ഉച്ചത്തിൽ പറഞ്ഞു. ആര് പറഞ്ഞു ഞാൻ പോസ് ചെയ്യില്ലെന്ന്? പുറപ്പെട്ടോളൂ, ഞാൻ കൂടെ വരുന്നു. പോസ് ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ അരമണിക്കൂറായി പറയാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ദൈവമേ, മിസ് ജോൺസി സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒച്ചയിടേണ്ട ഒരു സ്ഥലമല്ല ഇത്. ഏതെങ്കിലും ഒരു ദിവസം ഞാനൊരു ഉത്തമ കലാസൃഷ്ടി പെയിന്റ് ചെയ്യും. അങ്ങനെ നമ്മളെല്ലാം അങ്ങ് അകലെ പോവും. ദൈവമേ, അതെ. അവർ മുകളിൽ ചെന്നപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു. സ്യൂ തിരശ്ശീല ജനൽപ്പടി വരെ താഴ്ത്തിയിട്ടു. ബർമാനോട് മറ്റേ മുറിയിലേക്ക് കടക്കാൻ ആംഗ്യം കാണിച്ചു. അവിടെയുള്ളവർ മുന്തിരിവള്ളിച്ചെടിയെ ജനാലയ്ക്ക് പുറത്തുകൂടി ഭയത്തോടെ എത്തിനോക്കി. പിന്നെ അവർ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം പരസ്പരം നോക്കി. മഞ്ഞുകലർന്ന തണുത്ത മഴ നിരന്തരമായി പെയ്തുകൊണ്ടിരുന്നു. ബർമാൻ തന്റെ പഴകിയ നീലക്കുപ്പായം ധരിച്ച് പാറയ്ക്ക് പകരം ഒരു പാത്രം മറിച്ചുവെച്ച് അതിന്മേൽ കനിത്തൊഴിലാളിയായി ഇരിപ്പുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 1 മണിക്കൂർ നേരത്തെ ഉറക്കത്തിൽ നിന്ന് സ്യൂ എഴുന്നേറ്റപ്പോൾ മറച്ചുവെക്കപ്പെട്ട തിരശ്ശീലയിൽ മങ്ങിയ വിടർന്ന കണ്ണുകളോടെ ജോൺസി ഉറ്റുനോക്കുന്നതാണ് അവൾ കണ്ടത്. അത് തുറന്നു വെക്കൂ, എനിക്കത് കാണണം. മന്ത്രം പോലാണെങ്കിലും അവൾ ആജ്ഞാപിച്ചു. മനസ്സില്ലാ മനസ്സോടെ സ്യൂ അനുസരിച്ചു. പക്ഷേ നോക്കൂ, രാത്രി ഉടനീളം നീണ്ടുനിന്ന തകർപ്പൻ മഴയ്ക്കും രൂക്ഷമായ കാറ്റിനും ശേഷവും ഇഷ്ടിക ഭിത്തിക്ക് നേരെ ഒരു മുന്തിരിവള്ളിയില അപ്പോഴും നിന്നിരുന്നു. മുന്തിരിവള്ളിയിലെ ഏറ്റവും അവസാനത്തേത് അതായിരുന്നു. അപ്പോഴും കടും പച്ചനിറമായിരുന്നു. അതിനരികിലെ തണ്ടിന് അറക്കവാളിന്റേതുപോലെ പല്ലുകളുള്ള ഇലയുടെ അറ്റങ്ങൾക്ക് ജീർണതയുടെയും അഴുകലിന്റേതുമായ മഞ്ഞനിറം ബാധിച്ചിരുന്നു. നിലത്തുനിന്ന് 20ഓളം അടി മുകളിലുള്ള ഒരു ശാഖയിൽ നിന്ന് ആ ഇല ധൈര്യസമേതം തൂങ്ങിക്കിടക്കുന്നു. ഇത് അവസാനത്തേതാണ്, ജോൺസി പറഞ്ഞു. രാത്രിയിൽ അത് തീർച്ചയായും വീഴുമെന്ന് ഞാൻ കരുതി. കാറ്റടിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതെന്ന് വീഴും. അതേസമയത്ത് ഞാൻ മരിക്കുകയും ചെയ്യും. പൊന്നേ, എന്റെ പൊന്നേ. ദുഃഖാർദ്രമായ മുഖം തലയിണയിലേക്ക് ചായച്ചുകൊണ്ട് സ്യൂ വിളിച്ചു പറഞ്ഞു. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ എന്നെക്കുറിച്ച് ചിന്തിക്കൂ. ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ ജോൺസി മറുപടി പറഞ്ഞില്ല. ആത്മാവ് അതിന്റെ നിഗൂഢവും അതിവിദൂരവുമായ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് എല്ലാ ലോകത്തിലും വെച്ച് ആത്മാവ് ഏറ്റവുമേറെ ഏകാന്തത അനുഭവിക്കുന്ന ഒന്നായി തീരുന്നത്. സൗഹൃദത്തിനോടും ഭൂമിയോടുമുള്ള അവളുടെ ബന്ധനങ്ങളുടെ കുരുക്കുകൾ ഒന്നൊന്നായി അയഞ്ഞതോടെ മിഥ്യാസങ്കല്പം അവളെ കൂടുതൽ കരുത്തോടെ അധീനപ്പെടുത്തുന്നതായി തോന്നി. ആ ദിവസം കടന്നുപോയി. ഭിത്തിക്കുനേരെ തണ്ടിന്മേൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിവള്ളിച്ചെടിയുടെ ആ ഒറ്റയില മൂവന്തി വെളിച്ചത്തിൽ പോലും അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രാത്രി വന്നണഞ്ഞതോടെ വടക്കൻ കാറ്റ് വീണ്ടും അഴിഞ്ഞാടി. മഴ അപ്പോഴും ജനാലകളിന്മേൽ ആഞ്ഞു പതിച്ചു. ഉയരം കുറഞ്ഞ ഡച്ചിറമ്പിൽ നിന്ന് വെള്ളം ചറപറാ ശബ്ദത്തിൽ ഒഴുകി. വേണ്ടത്ര പ്രകാശം ലഭിച്ചപ്പോൾ തിരശ്ശീല ഉയർത്താൻ കരുണയില്ലാതെ ജോൺസി ആജ്ഞാപിച്ചു. മുന്തിരിവള്ളിയുടെ ഇല അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് ജോൺസി ദീർഘനേരം കിടന്നു. പിന്നീട് അവൾ സ്യൂയെ വിളിച്ചു. ഗ്യാസ് അടുപ്പിൽ കോഴിസൂപ്പ് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്യൂ. ഞാനൊരു ദൗർഭാഗ്യവതിയായ പെൺകുട്ടിയാണ് സ്യൂ, ജോൺസി പറഞ്ഞു. ഞാൻ എത്ര ദുഷ്ടയാണെന്ന് കാണിക്കാൻ അവസാനത്തെ ഇലയെ എന്തോ അവിടെ താങ്ങി നിർത്തിയിരിക്കുന്നു. മരിക്കാൻ ആഗ്രഹിക്കുക എന്നത് ഒരു പാപമാണ്. നീ എനിക്കിത്തിരി സൂപ്പും പിന്നെ ഇത്തിരി വീഞ്ഞു കലർത്തിയ പാലും കൊണ്ടുവരൂ. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഒരു ചെറിയ കണ്ണാടി കൊണ്ടുവരൂ. പിന്നീട് എനിക്ക് ചാരിയിരിക്കാൻ തലയിണകൾ കൊണ്ടുവരൂ. ഞാൻ നിവർന്നിരുന്ന് നീ പാചകം ചെയ്യുന്നത് കാണട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. സ്യൂ, ഏതെങ്കിലും ഒരു ദിവസം നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഡോക്ടർ വന്നു. അദ്ദേഹം മുറിവിട്ടപ്പോൾ ഒരു കാരണം പറഞ്ഞു സ്യൂ തളത്തിലേക്ക് ചെന്നു. സാധ്യത തെളിഞ്ഞു വരുന്നു. സ്യൂയുടെ കൈകൾ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. നല്ല പരിചരണത്തോടെ നിങ്ങൾ വിജയിക്കും. എനിക്ക് ഇനി താഴെ മറ്റൊരു കേസ് പരിശോധിക്കേണ്ടതുണ്ട്. ബർമാൻ, അതാണ് അയാളുടെ പേര്. ഏതോ ഒരു ചിത്രകാരനാണെന്ന് തോന്നുന്നു. അയാൾക്ക് ന്യൂമോണിയ തന്നെ. അയാൾ വൃദ്ധനും ക്ഷീണിതനുമാണ്. രോഗം ഗുരുതരമാണ്. ഒരു പ്രതീക്ഷയുമില്ല. എങ്കിലും ഇന്ന് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, കൂടുതൽ ആശ്വാസം കിട്ടാനായി. പിറ്റേന്ന് ഡോക്ടർ സ്യൂവിനോട് പറഞ്ഞു, അവൾ അപകടഘട്ടം തരണം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു.
പോഷകാഹാരവും സംരക്ഷണവും മാത്രം നൽകിയാൽ മതി. അന്ന് ഉച്ചതിരിഞ്ഞ് ജോൺസിയുടെ മെത്തക്കരികെ സ്യൂ എത്തി. ചുമലിലിടുന്ന തീരെ ഉപയോഗശൂന്യമായ ഒരു നീല കമ്പിളി സ്കാർഫ് അവൾ സംതൃപ്തിയോടെ തുന്നിക്കൊണ്ടിരുന്നു. അവൾ ഒരു കൈ കൊണ്ട് ജോൺസിയെയും തലയിണയെയും കെട്ടിവരിഞ്ഞു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വിളമ്പി, അവൾ പറഞ്ഞു. ബർമാൻ ന്യൂമോണിയ ബാധിച്ച് ഇന്ന് രാവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. വെറും 2 ദിവസം മാത്രമേ രോഗം നീണ്ടുനിന്നുള്ളൂ. താഴത്തെ നിലയിലെ അയാളുടെ മുറിയിൽ വേദന കൊണ്ട് പൊളഞ്ഞുകിടക്കുന്ന അയാളെ കാവൽക്കാരനാണ് മിനിഞ്ഞാന്ന് രാവിലെ കണ്ടെത്തിയത്. അയാളുടെ ഷൂവും വസ്ത്രങ്ങളും നനഞ്ഞിരുന്നു. ശരീരം ഐസ് പോലെ തണുത്തുവിരുന്നു. അയാൾ എവിടെയായിരുന്നുവെന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു വിളക്ക്, വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ഒരു കോണി, ചിന്നിച്ചിതറി കിടക്കുന്ന അല്പം ബ്രഷുകൾ, പച്ചയും മഞ്ഞയും കൂട്ടിച്ചാലിച്ച ഒരു വർണ്ണത്തട്ട് എന്നിവ അവർ കണ്ടെടുത്തു. പിന്നെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കൂ പൊന്നെ, ഭിത്തിയിലെ അവസാനത്തെ മുന്തിരിയില നോക്കൂ. കാറ്റടിച്ചപ്പോൾ അത് ഒരിക്കലും ചിറകടിക്കാതിരിക്കുകയും വീഴാതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നീ ആശ്ചര്യപ്പെടുന്നില്ലേ? എന്റെ പ്രിയ ചങ്ങാതി, അത് ബർമാന്റെ ഏറ്റവും ഉത്തമ കലാസൃഷ്ടിയാണ്. അവസാനത്തെ ഇല വീണ രാത്രിയിൽ അയാളത് അവിടെ പെയിന്റ് ചെയ്തു വെച്ചു.